ഒരു പ്രധാന കാരണം അതാണ്. അതിന്റെ പുറമെ അതിന്റെ കൂടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചോദ്യത്തിലേക്ക് ജോസഫ് ആന്റണി, ഈ ഇപ്പോൾ ഇവിടെ ആഷിഖ് ചൂണ്ടിക്കാട്ടിയ ആ ഡാൻസിങ് മിസൈൽ സിജിൽ അത് ഓൾറെഡി ഉപയോഗിച്ച് കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അത് ഉപയോഗിച്ചിട്ടുണ്ട്, അതാണ് ഏറ്റവും കൂടുതൽ പ്രഹരമുണ്ടാക്കുന്നത്. ഇവിടെ പ്രശ്നം, ഇന്നലെ ഈ ടക്കർ കാൾസൺ ടെഡ് ക്രൂസിനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഇറാനിൽ എത്ര ജനസംഖ്യ ഉണ്ടെന്ന് നോക്കുമ്പോൾ ടെഡ് ക്രൂസിന് അറിയില്ല. ടെഡ് ക്രൂസാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർമോങ്കർ. അവിടെ എത്ര ജനസംഖ്യ ഉണ്ട് എന്ന് പോലും ഈ യുദ്ധം ചെയ്യണം എന്ന് അമേരിക്കയിൽ ആവശ്യപ്പെടുന്നവർക്ക് അറിയില്ല. ഇതേ പ്രശ്നം, അതായത് CIA-യും മൊസാദും ഇറാനെ മിസ്കാൽക്കുലേറ്റ് ചെയ്തോ, അവരുടെ കയ്യിലുള്ള ആയുധങ്ങളെ പറ്റിയുള്ള വിവരം പോലും ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇല്ലേ? അല്ല, ഈ താങ്കൾ ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഒരു ഭാഗത്തിൽ ഞാൻ പൂർണ്ണമായും മറുപടി പറഞ്ഞ് തീർന്നിരുന്നില്ല. ശരിക്കും ഈ ഇറാന്റെ ആണവ ശക്തിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ സ്ട്രാറ്റജിക് കാൽക്കുലേഷനെ കുറിച്ചുള്ള ഭയം ഇസ്രായേലിന് ഉള്ളതുകൊണ്ടാണ് നിരന്തരമായി ഇത് അമേരിക്കയ്ക്ക് വേണ്ടി കൂടി ഞങ്ങൾ ചെയ്യുന്ന യുദ്ധമാണ് എന്ന് ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം. അത് ഇവിടെ എൻ്റെ സുഹൃത്ത് ആഷിഖ് പറഞ്ഞതുപോലെ ഈ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ആയുധങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ. അപ്പോൾ ആ ആയുധങ്ങൾ പിന്നെ കുറച്ചു നാളത്തേക്ക് കൂടിയിട്ട് വേണ്ടി വരും എന്നുള്ള കാൽക്കുലേഷനിലാണ് ഇപ്പോൾ ഇറാൻ ആയുധങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ ഈ യുദ്ധത്തെ നിരീക്ഷിക്കുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യം, ഇസ്രായേലിന്റെ ഈ പ്രതിരോധ ചട്ടക്കൂട് ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. ഡേവിഡ് സ്ലിങ്ങും ആരോയുടെയും കരുത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെതിരായിട്ട് ശക്തമായ ആക്രമണം നടത്താൻ ഇവിടെ ഇറാൻ കരുതി വെച്ചിരിക്കുന്ന മിസൈലുകൾക്ക് കഴിയും. അതിനെ താങ്ങാനായിട്ട് ഇസ്രായേലിന് കഴിയാതെ വരും എന്ന് ഇസ്രായേൽ തിരിച്ചറിയുന്നത് കൊണ്ടാണ് പ്രധാനമായിട്ടും അമേരിക്ക ഈ യുദ്ധത്തിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ അമേരിക്ക കടന്നു വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ചിത്രം മാറുകയും, ചിത്രം പലതരത്തിൽ മാറും. അവര് വരുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് അവര് പൂർണ്ണമായും യുദ്ധത്തിലേക്ക് വരാൻ സാധ്യതയില്ല. ഒരു സെനാറിയോ ഇതാണ്, അവര് പൂർണ്ണമായും യുദ്ധത്തിലേക്ക് വരാൻ സാധ്യതയില്ല. വരാൻ സാധ്യതയുള്ളത് ഈ ബങ്കർ ബസ്റ്റർ മിസൈലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ച് ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു നീക്കമായിരിക്കും നടത്താൻ സാധ്യതയുള്ളത്. വരുന്നെങ്കിൽ അതിന് വേറൊരു ഭാഗമുള്ളത്, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് രണ്ടാമത് തെരഞ്ഞെടുക്കപ്പെട്ടത് അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന പോളിസിയുടെ പശ്ചാത്തലത്തിലാണ്. അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന ആശയവുമായി മുന്നോട്ട് വന്ന അദ്ദേഹത്തോട് ഈ മാഗ മൂവ്മെന്റിലെ ആളുകൾ വളരെ ശക്തമായി പറയുന്ന ഒരു കാര്യം, നിങ്ങൾ അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യവുമായിട്ടാണ് അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് മറ്റുള്ള സ്ഥലത്ത്, അതായത് ട്രംപ് പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട്, ഞാൻ യൂണിഫയർ ആണ്, ഞാൻ പെസിഫയർ ആണ്, ഞാൻ പീസ് മേക്കറാണ്, ഞാൻ ഡീൽ മേക്കറാണ്. അങ്ങനെ അല്ലാതെ അമേരിക്ക ഫോറവർ വാർ, നിരന്തരമായി നടക്കുന്ന യുദ്ധങ്ങളിലേക്ക് ഒരിക്കലും അമേരിക്ക പോകില്ല എന്ന് പറഞ്ഞു വന്നയാള് വീണ്ടും ഒരു ഫോറവർ വാറിലേക്ക്, ഇസ്രായേലും ഇറാനും തമ്മിൽ നടക്കുന്ന യുദ്ധം എത്ര നാൾ നീണ്ടു നിൽക്കും എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ധാരണയില്ല. കാരണം ഈ ഗാസയല്ല ഇറാൻ, അതാണ് അതിന്റെ പ്രശ്നം. അങ്ങനെ ഗാസയല്ലാത്ത 9 കോടി ജനങ്ങളുള്ള ഇറാനെ പോലുള്ള ഒരു രാജ്യത്തെ, വളരെ വലിയ രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് സാധ്യമായ കാര്യമല്ല. നമ്മൾ ഇവിടെ കാണേണ്ട ഒരു വ്യത്യാസം, ഈ റഷ്യൻ ചേഞ്ച് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ കാണാതെ പോകുന്ന ഒരു കാര്യം, ഈ നമ്മളൊരു രാഷ്ട്രത്തിൽ കാണേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നും ഗവൺമെന്റും ഒന്ന് രാഷ്ട്രവും. ഒരു യുദ്ധം ഒരു ഗവൺമെന്റിനെതിരെ നടന്നാൽ അവിടുത്തെ ജനങ്ങൾക്ക് ഗവൺമെന്റിനോട് ഒരു പക്ഷേ വിപ്രതിപത്തി ഉണ്ടെങ്കിലും രാഷ്ട്രത്തോട് വിപ്രതിപത്തി ഇല്ല, രാഷ്ട്രത്തോട് സ്നേഹമുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു ആക്രമണം ഒരു രാജ്യത്തിനെതിരെ നടത്തുമ്പോൾ ഗവൺമെന്റിനെതിരായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ജനങ്ങൾ രാഷ്ട്രത്തോടൊപ്പം നിൽക്കും, രാഷ്ട്രത്തിന് വേണ്ടി നിൽക്കും. അതുകൊണ്ട് ഇത് ഞാൻ സൂചിപ്പിച്ചത്, ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ നടന്നാൽ അരാജകത്വം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ അത്തരമൊരു അരാജകത്വം ഉണ്ടാക്കാൻ ഇറാനിൽ സാധ്യമല്ല. കാരണം ഈ രാജ്യവും ഗവൺമെന്റും തമ്മിലുള്ള വ്യത്യാസത്തിൽ ജനങ്ങൾ രാഷ്ട്രത്തോടൊപ്പം നിൽക്കും എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇസ്രായേലിന് അമേരിക്ക കൂടെ ഇല്ലാതെ യുദ്ധം തുടർന്നുകൊണ്ട് പോകാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് അവർ നിരന്തരമായി അമേരിക്കയുടെ പങ്കാളിത്തം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഈ പറഞ്ഞ പ്രതിസന്ധികളാൽ, അതായത് അമേരിക്കയിലെ രണ്ട് വിഭാഗം, അതായത് ഭരണകൂടത്തിൽ തന്നെയുള്ള ഒരു വിഭാഗം യുദ്ധത്തിലേക്ക് പോകണം, അതായത് ഇസ്രായേൽ ലോബിയുടെ സഹായം ലഭിക്കുന്ന ആളുകൾ യുദ്ധത്തിലേക്ക് പോകണമെന്നും, എന്നാൽ ഈ മാഗ മൂവ്മെന്റിലെ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ മൂവ്മെന്റിലെ ആളുകൾ പറയാണ് ഒരു കാരണവശാലും, കാരണം ഇപ്പോൾ തന്നെ അമേരിക്കയിലെ പല സാമ്പത്തിക പ്രതിസന്ധികൾ നിൽക്കുന്നുണ്ട്, അമേരിക്കയുടെ താരിഫ് നയങ്ങൾ മൂലം ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി വന്നിട്ട്, അപ്പൊ അതിന്റെയൊക്കെ
തെരഞ്ഞെടുപ്പുകൾക്ക് ഫലമായി പ്രതിസന്ധി നിൽക്കുന്ന അമേരിക്കയെ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടുപോയാൽ വലിയ സാമ്പത്തിക പ്രശ്നത്തിലേക്കായിരിക്കും പോവുക. അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന പോളിസിയിലേക്ക് അദ്ദേഹത്തിന് പോകാൻ കഴിയില്ല എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ഇതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഈ അമേരിക്ക ഏതെല്ലാം തരത്തിൽ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നെതന്യാഹു നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഈ ഇറാന്റെ ഈ ആണവ പദ്ധതി.